എങ്ങനെയായിരുന്നു ഈ ഒരു മോഡലിംഗ് ഭയങ്കര ഇപ്പൊ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്നതല്ലേ? അതെ. ഇപ്പൊ വേറെ ജോലിയൊന്നും ചെയ്യുന്നില്ല, ഇല്ല, മോഡലിംഗിൽ മോഡൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എപ്പോഴായിരുന്നു, എത്ര കാലമായി മോഡലിംഗ് ചെയ്യാൻ ഒരു 10, തുടങ്ങിയിട്ട്? 12 വർഷമായി. 10-12 വർഷമായി. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ടാണല്ലേ ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയത്? അല്ല, ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം എന്ന് ഉണ്ടായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ രൂപത്തിലും ഭാവത്തിലും കുറച്ച് ഉം. മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ഉം. ശ്രദ്ധിക്കും എന്ന് പറയാം. ആദ്യം എന്ന് പറയുമ്പോൾ ഞാൻ മോഡലിംഗ് രംഗത്ത് വരുമ്പോൾ ഞാൻ ഇത്രയും വണ്ണമോ അല്ലെങ്കിൽ ഇത്രയും ഉം. ഫെയർ ഒന്നും അല്ല. ആദ്യത്തെ പിക്ചേഴ്സ് ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ഒക്കെ ഉം. ഇട്ടിട്ടുണ്ട്. അപ്പം ഒരു നാട്ടിൻപുറത്തുകാരിയായിട്ടുള്ള ഒരു സാധാരണ നാട്ടുമ്പുറത്തെന്ന് പറയാൻ പെൺകുട്ടി. പറ്റില്ല, ഞാൻ എല്ലാ ഡ്രസ്സും ഇടും. ഉം. പിന്നെ എന്നാ പറയുക, ഇച്ചിരി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കോലത്തിലും ഭാവത്തിലും ഒക്കെ ഇച്ചിരി അപ്പനമ്മമാരുടെ ഒരു ഇത് കൊണ്ടാണോ എന്നറിയില്ല, ഉം. ഇച്ചിരി ഭംഗി കൂടി. അത് ഉം. നമുക്ക് വർദ്ധിക്കും, പ്രായം കൂടും തോറും ഇച്ചിരി സൗന്ദര്യം വർദ്ധിക്കും എന്നല്ലേ പറയണേ. ഉം. അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പൊ ആൾക്കാരിലേക്ക് നമ്മൾ എക്സ്ക്ലൂസീവ് ഉം. മീൻസ് ഒരുപാട് നല്ല കണ്ടന്റുകൾ ഉം. ഇറക്കുമ്പോഴത്തേക്ക് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്. ഉം. അങ്ങനെ പബ്ലിക്കിൽ പോകും. മോഡലിംഗിന് വരുന്നതിനേക്കാൾ മുന്നേ നമുക്കൊരു നമുക്ക് ലൈഫ് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജോലിയോ അങ്ങനെ അതെ, എന്തെങ്കിലും അതെ. ആ. ഞാനൊരു നഴ്സായിരുന്നു. ഉം. അതിൽ നിന്ന് വിട്ടുപോരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ പഠിക്കുന്ന സമയവും എല്ലാം നമ്മൾ മോഡലിംഗ് ഒരു ബ്യൂട്ടീഷ്യൻ ആവണമെന്നായിരുന്നു ആഗ്രഹം എന്ന് പറയണേ. ഉം. പക്ഷെ സാധാരണ ഒരു നാട്ടുമ്പുറത്തൊരാളുടെ അപ്പനും അമ്മയ്ക്കൊക്കെ ഒരിത് കാണുമല്ലോ, ഉം. ഇന്നതാകണം എന്നുള്ളത്. ഉം. അങ്ങനെ എനിക്ക് എന്റെ ഇപ്പൊ ഈ ചെയ്യുന്ന ജോലിയിൽ ഞാൻ ഹാപ്പിയാണ്, നല്ല ഇതായിട്ട് പോകുന്നു. നഴ്സിംഗിനേക്കാൾ കൂടുതൽ ഇഷ്ടം മോഡലിംഗ് തന്നെയാണ്. എനിക്കിപ്പോ ഇത് തന്നെയാണ് എനിക്കിഷ്ടം. എനിക്ക് പബ്ലിക്കിൽ അറിയപ്പെടണമെന്നല്ല, ഞാൻ ആ. ചെയ്യുന്ന ജോലിയിൽ എനിക്കത് ഓക്കെ. ഓക്കെയാണ്. ആളുകൾ ഇപ്പൊ പറയൂലേ, നല്ലൊരു ജോലി നേഴ്സായിരുന്നു, എന്നിട്ട് എന്തിനാണ് ഈ കുട്ടി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ നല്ലൊരു നല്ലൊരു ജോലിയുള്ള ഒരു സിനിമയിൽ അഭിനയിക്കുന്നില്ല ജോലി കളഞ്ഞിട്ട്. അല്ല, വേറെ ആളുകൾ എന്തെല്ലാം പറയുന്നതാണ്. ജോലികൾ ചെയ്യുന്നു ആൾക്കാർ. ഞാൻ പറഞ്ഞില്ലേ, ഉം. 100 കുടം നമുക്ക് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാലും ഉം. ഇതുങ്ങളുടെ നമുക്ക് കെട്ടാൻ പറ്റില്ല. മനുഷ്യരുടെ സംസാര രീതികളെ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഉം. ഇപ്പൊ എന്നെ കാണുമ്പോൾ നല്ല വർത്തമാനം പറയും, ഇൻസ്റ്റാഗ്രാമിൽ മോശ കമന്റ് ഇടും. പക്ഷെ ആ മോശ കമന്റ് ഇട്ട് കഴിഞ്ഞിട്ട് എന്നെ എവിടെയെങ്കിലും കാണുമ്പോൾ ഇത് ചേച്ചിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഓടി ഉം. വരുന്നു. അപ്പൊ ഇതിന് കോമൺ ആയിട്ട് മൈൻഡ് പറഞ്ഞിട്ട് ചെയ്യണ്ട. കാര്യമില്ല. ഇത് ഉം. നമുക്ക് സ്വാഭാവികമായിട്ടും ഇതിനെ തള്ളിക്കൊണ്ട് നടന്നിട്ട് ചേട്ടൻ എന്നെ ഇന്നത് പറഞ്ഞില്ലേ, ചേട്ടൻ ഉം. എന്തിനാണ് ഇപ്പൊ എനിക്ക് വന്നിട്ട് ഹായ് തരുന്നത് എന്ന് നമുക്ക് ചോദിക്കേണ്ട ഉം. ഒരു ഇതുമില്ല. അതവിടെ പറഞ്ഞു, അതവിടെ തീർന്നു. ഉം. ഏറ്റവും വൈറലായിട്ടുണ്ടായിരുന്ന ഒരു ഫോട്ടോഷൂട്ട് പച്ചക്കറി ഫോട്ടോഷൂട്ടാണ്. അതെ. എങ്ങനെ കിട്ടി ആ ഒരു ഐഡിയ? കഴുത്തില് ക്യാരറ്റ്, ആ. ഇത് ബ്രിഞ്ചാൾ വെക്കുന്നു, ഒരു അപ്പർ ചെസ്റ്റിന്റെ അവിടെ എങ്ങനെ കിട്ടുന്നു ഇത്തരത്തിലുള്ള ഒരു വെറൈറ്റി കണ്ടന്റ്? ആ കണ്ടന്റ് അല്ലായിരുന്നു വൈറൽ എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ആ ഒരു ഗൗരി അതൊന്നും സുജി ഇപ്പൊ അതെല്ലാം മാത്യു ഞാൻ എന്ന് പറയുമ്പോ ഡിലീറ്റ് ചെയ്തു ആ. ഓൾറെഡി. പിന്നെ ആ കണ്ടന്റ് അല്ലാതെ ലെസ്ബിയൻ ഗേൾഡിന്റെ ഒരു ഓർണമെന്റ് ഷൂട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഉം. അതാണ് മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. അത് വൈറലാണ്. ഉം. എല്ലാ ചാനലുകളിലും എല്ലാ ആൾക്കാരുകളും ലെസ്ബിയൻ കണ്ടന്റ് ആയിരുന്നു. ഉം. അത് ഏറ്റെടുത്ത ഒരു ജുവൽസിന്റെ പരസ്യമായിരുന്നു അത്. ഉം. അത് കഴിഞ്ഞിട്ട് പിന്നെ മീൻ വെട്ടുന്ന ഒരു പുള്ളിയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു. ഉം. അടുക്കളക്കാരി ജാനുവിന്റെ ഉണ്ടായിരുന്നു. അപ്പൊ ഉം. അങ്ങനെ കുറെ കണ്ടന്റുകൾ മെയിൻ എന്ന് ഉം. പറയുന്നത് ഈ പച്ചക്കറിയുടെ നമ്മൾ ചെയ്തു പോയി. ഉം. അത് കൂടുതൽ ഇതായില്ല. മറ്റേ ഉള്ള ഒരു കണ്ടന്റുകളാണ് നല്ല റീച്ചിലേക്ക് പക്ഷെ പോയെന്ന് പറയുന്നത്. പച്ചക്കറിയുടെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വെറൈറ്റി ആയിട്ടുള്ള ഒരു കഴുത്തിലാണെങ്കിൽ സ്വാഭാവികം. ക്യാരറ്റ് വരുന്നു. ആ. നമ്മൾ ഇതുവരെ കാണുന്നില്ലല്ലോ അങ്ങനത്തെ ഒരു കണ്ടന്റ്. അത് എവിടോ ഇത്തോപ്യക്കാര് ഒരു ഷൂട്ട് ഈ ചെയ്തിട്ടുണ്ട്. കണ്ടന്റ്സ് ഒക്കെ സ്വന്തമായിട്ടുള്ള ഐഡിയ ആണോ അതോ സ്വന്തമായിട്ട്. ക്യാമറമാൻമാര് ഇങ്ങനെ അല്ലല്ല, സ്വന്തമായിട്ട്. ഐഡിയാസ് പറഞ്ഞു? സ്വന്തമായിട്ട്. നമുക്കാരുടെയും ഇത് വേണ്ട. പിന്നെ മറ്റുള്ളവർ ഇടുന്നതില് നമുക്കിപ്പം നമ്മുടെ മലയാളികളല്ല, ഫോറിൻസ് കൺട്രിയിലെ ആൾക്കാർ ഇടുമ്പോഴത്തേക്ക് നമുക്കത് കണ്ടിട്ട് ഇഷ്ടം തോന്നുമ്പോൾ നമ്മളത് വ്യത്യസ്തത എന്തെങ്കിലും അതിൽ കൊണ്ടുവരാൻ പറ്റും. ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടന്റ് സ്വന്തമായി ചെയ്തതിൽ ഈ ലെസ്ബിയൻ ഫോട്ടോഷൂട്ട് ആണോ ഇഷ്ടം? അത് ഞാൻ ചെയ്തതല്ല, അത് ഫോട്ടോഗ്രാഫറിന്റെ ഐഡിയ ആയിരുന്നു. എന്നാലും ഇതുവരെ ചെയ്ത കണ്ടന്റിൽ ഏറ്റവും ഇഷ്ടം ഏതായിരുന്നു? അങ്ങനെ നമുക്കും അറിയാം. ഇപ്പൊ ഞാൻ ഇത് ഇവിടെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് അവർക്ക് എല്ലാവർക്കും ഒരു മോശം വരും. കാരണം മോശമല്ല, അവർക്കൊരു ഇഷ്ടമല്ല, അയ്യോ ഇവള് എന്റേത് പറഞ്ഞില്ലല്ലോ അത് പറഞ്ഞു. എല്ലാവരുടെയും പിക്ചേഴ്സ് ഇഷ്ടമാണ്. പിന്നെ നമ്മൾ പറയില്ലേ, നമ്മുടെ ഫോണിൽ നമ്മൾ എവിടെങ്കിലും ഒക്കെ വെച്ച് എന്തെങ്കിലും കണ്ടന്റ് എടുക്കുന്നു, അത് നമുക്ക് ഇഷ്ടമാണ്. പിന്നെ എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇതാണ്. ഒരാളെയും ഞാൻ ഇന്നതെന്നും പറഞ്ഞ് ഗ്രേഡോ അല്ലെങ്കിൽ അവരുടെ ഇത് കൊള്ളൂല്ലെന്നോ ഒരിക്കലും ഒരാളിനോടും പറഞ്ഞിട്ടില്ല. എല്ലാം ഏറ്റവും ഫോട്ടോഗ്രാഫേഴ്സിന്റെ. സന്തോഷം തോന്നിയ ഒരു ഷൂട്ട് ഏതായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. അത് അടയാളപ്പെടുത്തിയ ഒരു ഷൂട്ട്. അടയാളപ്പെടുത്തി അങ്ങനെ ഒരാളുടെതും പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരാളെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ കണ്ടന്റ് എല്ലാം പ്രിയപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു പിക്ചേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആ പിക്ചേഴ്സിനെ എനിക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഇപ്പൊ മഹാദേവൻ തമ്പി ചേട്ടനാണേലും മറ്റുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ആണേലും എനിക്ക് ആരെയും മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം എനിക്ക് എന്റെ ഓരോ ഇതിലും എനിക്ക് ഉയർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഐഡിയാസ് മുഖേനയും എന്റെ ഐഡിയാസിലോ ആണ് ഞാൻ ഇങ്ങനെ കയറി വരുന്നത്. അല്ലാതെ ഇപ്പം ഒരാളെ ഞാൻ മാറ്റി നിർത്തുമ്പോൾ നാളെ
നീ എന്റെ പേര് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു വരില്ലല്ലോ. അപ്പൊ എനിക്ക് എല്ലാവരുടെയും കണ്ടന്റുകൾ ഇപ്പൊ നമ്മൾ ഒരാൾ എടുത്തു പോകുമ്പം ആദ്യത്തെ ഷൂട്ടിനേക്കാളും കുറച്ചും കൂടെ മറ്റൊരാൾ എടുത്തപ്പോൾ അത് ഭംഗിയുണ്ട് എന്നുള്ളത് തോന്നും, സ്വാഭാവികമാണ്. പക്ഷെ അത് ഒരാളെ നമ്മൾ ഏറ്റക്കുറച്ചിൽ കാണുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അത് നേരെ വാ നേരെ പോവാ. അത് കണ്ടന്റുകളിൽ എനിക്കിഷ്ടം എല്ലാവരും എടുത്തത് ഒരുപോലെയാണ്. ഇപ്പൊ നമ്മൾ പറയത്തില്ല നമുക്ക് കപ്പയും മീൻകറി ഇഷ്ടമാണെന്ന് പറയില്ലേ, അതേപോലെ എനിക്ക് എല്ലാ ഫുഡുകളും ഇഷ്ടമാണ്. എനിക്ക് കഴിക്കേണ്ടത് ഞാൻ കഴിക്കത്തുള്ളൂ, ഫുഡുകളെല്ലാം ഇഷ്ടമാണ്. അതേപോലെ ഫോട്ടോസ് ഇഷ്ടം. അതിനുള്ളിൽ എന്തോ ഒരു ഇന്നർ മീനിങ് ഉണ്ടല്ലോ. ഇല്ല ഇല്ല, സത്യമൊന്നും ഇല്ല. ഈ ഗൗരി സിജി മാത്യു, സിജി മാത്യു എന്നുള്ളൊരു പേരാണെങ്കിൽ നമ്മൾ അധികം അങ്ങ് ശ്രദ്ധിക്കില്ല. അതിന്റെ മുന്നിൽ ഈ ഗൗരിയും കൂടി വന്നപ്പോഴാണ് ഒരു കോമ്പിനേഷൻ ആയത്. അതെ, ആ ഒരു ഹിന്ദു നെയിമാണ്, സിജി മാത്യു എന്നുള്ളൊരു ക്രിസ്ത്യൻ നെയിമാണ്. അഭിമുഖത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു സിനിമയ്ക്ക് അഭിനയിച്ചൊരു പേരാണ് ഗൗരി എന്നുള്ളത്, അത് പിന്നീട് പേരായിട്ട് ചേർത്ത് വെച്ചതാണെന്ന്. അത് ഏതോ ഒരു ഇതിൽ പറഞ്ഞാണ്. അതൊക്കെ എങ്ങനെ നോട്ട് ചെയ്ത് വെച്ചേക്കും? എല്ലാം പഠിച്ചിട്ടാ വരുന്നത്. ഓക്കെ ഓക്കെ. അപ്പോ ശരിക്കും ഈ ഒരു പേര്, ഈ ഗൗരി സിജി മാത്യു എന്നിട്ടത് ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഒരു ബ്രാൻഡിങ് ആയിട്ട് ഇട്ടതാണോ, വിവാദമാകട്ടെ എന്ന് വിചാരിച്ചിട്ടതാണോ, അല്ലെങ്കിൽ സാധാരണ നേരത്തെ പറഞ്ഞൊരു സിനിമയുടെ ഭാഗമായിട്ട് ഇട്ടതാണോ? ഒരിക്കലും അല്ല. എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഫസ്റ്റ് സമയം സിജി മാത്യു എന്നും പറഞ്ഞൊരു അക്കൗണ്ട് ആയിരുന്നു. അത് ഞാനും എന്റെ കൂടപ്പിറപ്പൊക്കെ തമ്മിൽ ഒരു വഴക്കുണ്ടാക്കി. അന്ന് നമുക്ക് അത്ര വലിയ പ്രായമൊന്നുമില്ല. ആ സമയത്ത് ഞാൻ പുള്ളിക്കാരത്തിയുമായിട്ട് വഴക്കുണ്ടാക്കിയപ്പോൾ പുള്ളിക്കാരത്തിയാണ് അതിൻ്റെ അകത്ത് പാസ്വേഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണേ. ഞാനന്ന് ജോലിയായിട്ട് വേറൊരു സ്ഥലത്താണ്, നാട്ടിലല്ല, പുറത്താണ്. അപ്പം പുള്ളിക്കാരത്തി ആ സംസാരത്തിൽ എന്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്തു. പിന്നെ പുതിയത് വേണമെങ്കിൽ നീ ക്രിയേറ്റ് ചെയ്തോളാൻ പറഞ്ഞു. ക്രിയേറ്റ് ചെയ്തോളാൻ പറഞ്ഞു കഴിഞ്ഞപ്പം എന്റെ പേരിൽ നമ്മൾ അന്നൊരു സീരിയലൊക്കെ പോകുന്നൊരു സമയമുണ്ട്. ചേട്ടത്തി അനിയത്തിയുടെയും റോളിൽ വരുമ്പം ഒരാളുടെ അനിയത്തിയുടെ പേര് ഗൗരി എന്നും വരും, വേറൊരാളുടെ പേര് വേറൊരു പേരും വരുന്നുണ്ട്. അപ്പൊ ഞാൻ സ്വയം ഒരു പേര് ഇട്ടു, ഗൗരി എന്നിട്ടു. ഞാൻ വന്ന സിനിമയിൽ അതിലെ സവാരി എന്ന് പറയുന്ന ഒരു ഓട്ടിസം ബാധിച്ച പിള്ളേരുടെ മൂവിയിലായിരുന്നു. അതിലും ഗൗരി എന്നാണ്, ടീച്ചർ ക്യാരക്ടറായിരുന്നു ഞാൻ ചെയ്തത്. അത് കുറെ വർഷങ്ങളായി. ആ വർഷങ്ങൾ ആ പേര് അന്നിട്ടു. ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും, അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും, ഇപ്പം ഗൗരി എന്ന് പറയുമ്പോൾ അതൊരു ഹിന്ദു നെയിമാണ്, സിജി എന്ന് പറയുമ്പോൾ അതൊരു ക്രിസ്ത്യൻ നെയിമാണ്. ഇനി മുസ്ലിമിന്റെ പേരോട് ഇടാൻ പറ്റിയായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ ഇട്ടേനായിരുന്നു. ഇനി അതിന്റെ അകത്ത് കേറില്ല. ഗൗരി സിജി മാത്യൂസ് എന്ന് പറഞ്ഞിട്ട് ഇനി അടുത്തത് എന്താണ് ഞാൻ ഇടേണ്ടത്? സോഫിയ എന്നും കൂടെ ഇടണ? വേണമെങ്കിൽ ഇടാം. എല്ലാ മതക്കാരും എനിക്ക് ജാതി മതവും അങ്ങനെയൊന്നും ഇല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ മറ്റേ മലയാറ്റൂര് പോയപ്പം എന്റെ ഇതിൽ ഞാൻ ആ വീഡിയോ ഇട്ടു. അപ്പൊ എന്റെ പേജ് മാനേജ് ചെയ്യുന്ന ആ കൊച്ചിൻ എന്നോട് പറഞ്ഞു, ചേച്ചി ഇത് ചേച്ചിയുടെ ഫാൻസിന് ചിലപ്പോ ഇഷ്ടപ്പെടില്ല. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ജാതി മത വേർതിരിവ് എനിക്കില്ല. ഇപ്പൊ ഒരാൾ മുറിഞ്ഞു കിടന്നു കഴിഞ്ഞാലും, മുസ്ലിമിന്റെ കൈ മുറിഞ്ഞു കിടന്നാലും, ഹിന്ദുക്കളുടെ കൈ മുറിഞ്ഞു കിടന്നാലും, ക്രിസ്ത്യന്റെ കൈ മുറിഞ്ഞു കിടന്നാലും ഞാൻ അവരെ എല്ലാം പോയി സംരക്ഷിക്കും. എനിക്ക് ജാതിയോ മതമോ വേർവ്യത്യാസമോ ഒന്നും കാണിക്കുന്ന ഒരാൾ അതല്ല. അറിയുന്നവർക്ക് ഫുൾ ആൾക്കാർക്കും അറിയാം ഞാൻ ഇന്ന ഒരു ക്യാരക്ടറാണെന്ന്. കാരണം ഈ ഫ്ലഡ് ഉണ്ടായ സമയത്തും ഞാൻ ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്ത ഒരാളാണ്. അപ്പൊ അത് ജാതി മതം നോക്കിയിട്ടല്ല. അപ്പൊ എന്റെ ഒരു പേരിൽ ജാതി മതം ഒന്നുമില്ല. ഞാനായിട്ടാണ് പോകുന്നത്. എനിക്ക് ഒരു മുസ്ലിമിന്റെ പേരോ അല്ലെങ്കിൽ സിജി മാത്യു എന്ന് ക്രിസ്ത്യൻ ആ ഒരു നെയിമിൽ തന്നെ എനിക്ക് അതിനോട് ഇതില്ല. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പേരിൽ മുൻപോട്ട്, എനിക്ക് ഒരു മതവും ഇല്ല. മുസ്ലിം പള്ളിയിൽ കയറാൻ പറ്റിയായിരുന്നെങ്കിൽ ഞാൻ മുസ്ലിം പള്ളിയിൽ കയറിയിട്ട് ഞാൻ എന്റെ ഇതായിട്ട് ഞാൻ പോകും. പിന്നെ ക്രിസ്ത്യൻ പള്ളിയിൽ, പള്ളികളിൽ ഞാൻ അങ്ങനെ കയറാറില്ല, പള്ളിയിൽ പോകാറില്ല. നമുക്കൊരു എന്തെങ്കിലും ഒരു നേർച്ച എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ഇതിലേക്ക് ഞാൻ പോകുന്നതെന്ന് പറയുന്നത്. ജാതി മത വേർതിരിവ് എനിക്കൊരു പ്ലാറ്റ്ഫോമിലുമില്ല.